ഇപ്പൊ സെൻജിങ് ആണ് ലീവുവിനെ അമേരിക്ക പറഞ്ഞയക്കാൻ വേണ്ടി അവളെ കൂടെ വരുന്ന പോലെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കെ രാത്രി ഇവന് ലക്കേജ് ഒക്കെ പാക്ക് ചെയ്ത് വെച്ച് നാളെ പോകാൻ വേണ്ടി ഇരിക്കുമ്പം ഇവളുടെ ലക്കേജ് എന്തേലും ചോദിക്കും. അപ്പോഴാണ് അവളും അതൊക്കെ അവൾ ആൾറെഡി പാക്ക് ചെയ്തെന്ന് പറഞ്ഞ് അവൾ റൂമിലേക്ക് ചെല്ലുമ്പം ആ സമയത്ത് അവൻ അറിയാതെ അവിടുത്തെ ഫയൽസ് ഒക്കെ തട്ടിവിടുമ്പം ഇവൾ ഇവിടെ ഒരു കമ്പനിയിൽ പാർട്ട്ണർഷിപ്പായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന കാര്യം അറിയാൻ വരും. അങ്ങനെ അത് കണ്ട് അവൻ മൊത്തം ഞെട്ടിപ്പോയി അവിടേക്ക് ഒന്ന് സെൻജിങ്ങോട് ഇതെന്തോ സംഭവം എന്ന് പറഞ്ഞ് അവൻ ചോദിക്കുമ്പം അവളും മൊത്തത്തിൽ പെട്ടുപോകും. അപ്പോഴാണ് അവളും ഇനി ഇവനോട് സത്യം മറച്ചു വയ്ക്കാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ച് അവൾ അമേരിക്ക വരുന്നില്ല, അവൾ ഇവിടെ തന്നെ ഒരു പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ പോകുന്ന പറയും. അങ്ങനെ അതിന്റെ പാർട്ട്ണർഷിപ്പിന്റെ കോൺട്രാക്ട് ആണെന്ന് പറയുമ്പം ഇത് കേട്ട് അവന് ടെൻഷനായിട്ട് ചേച്ചി നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ പ്ലാൻ ചെയ്ത്, എന്നിട്ട് ഇപ്പൊ എന്തോ ഇങ്ങനെ പറയുന്നത്, ഞാൻ എന്തെങ്കിലും തെറ്റിയതോ, അന്ന് രാത്രി ഞാൻ നിങ്ങളെ കിസ് ചെയ്തോണ്ടാണോ, സോറി ഇനി ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്നിന് അവൻ മൊത്തത്തിൽ വെപ്രാളപ്പെടുമ്പം ഇവളും ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇവൾക്ക് വേണ്ടി ഇവൻ ഈ ഒരു ചാൻസ് കളയെന്ന് പേടിച്ചിട്ട് അവളും കൂടെ വരുന്ന പോലെ അവന്റെ അടുത്ത് ആക്ട് ചെയ്തെന്ന് പറയും. അല്ലാതെ അവൾക്ക് വേറെ വഴിയില്ലെന്ന് പറയുമ്പം ഇത് കേട്ട് അവന് വിഷമിച്ച് ചേച്ചി ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തോ വിട്ടുകൊടുത്തേ, എനിക്കിഷ്ടം നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന, എനിക്ക് ആ തീരുമാനം എടുത്തോടെ എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും ഇവൻ വിദേശത്ത് പോയാലും 2 വർഷം കഴിഞ്ഞ് തിരിച്ചു വരത്തില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും 2 വർഷം ആണെങ്കിലും ഇവനെ കൊണ്ട് മാറി നിൽക്കാൻ പറ്റത്തില്ലെന്നറിഞ്ഞ് അവൻ ഓരോ സെക്കൻഡ് വിലപ്പെട്ടതാന്ന് പറയും. അപ്പോഴാണ് ഇവൻ പറയുന്നതും കേൾക്കാത്തോണ്ട് അവളും ഇവനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഇവൾ ഇടയ്ക്കൊക്കെ അങ്ങോട്ടേക്കൊന്ന് കാണാന്ന് പറഞ്ഞ് ഇവന്റെ ഫ്യൂച്ചർ ഇവൾക്ക് വേണ്ടി വെറുതെ മാറ്റിക്കളയേണ്ടെന്ന് പറയുമ്പം അവന് ഏത് ഫ്യൂച്ചറിനെ കുറിച്ചാ സംസാരിക്കുന്ന പറഞ്ഞ് അവന്റെ ഫ്യൂച്ചർ ഫുൾ ഇവളാന്ന് പറയും. അങ്ങനെ ഇവളെ വിട്ടിട്ട് അവൻ അവിടെ പോയി എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഇവൾ ആലോചിക്കുന്നേക്ക് അവന്റെ മൈൻഡ് ഫോഴ്സ് ചെയ്ത് കയറ്റേണ്ടെന്ന് പറയും. കാരണം അവനും കൊച്ചൊന്നുമില്ല, അവന് നല്ലോണം ആലോചിച്ച് തീരുമാനം എടുത്തെന്ന് പറയുമ്പോൾ അവസാനം അവളും ഒരേശ് രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഇവൾക്കത് വലിയ പ്രശ്നമായിട്ട് മാറത്തില്ല, പക്ഷെ റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ ഇവൻ എടുക്കുന്ന തീരുമാനം അവളെയും ബാധിക്കുമെന്ന് പറയും. അതുകൊണ്ട് ഇവൾക്ക് വേണ്ടി ഇവൻ ഈ ചാൻസ് കളയുന്ന പോലെ മൊത്തത്തിൽ ഫീൽ ആണെന്ന് പറയുമ്പം അവന് വിഷമിച്ച് അത് തന്നെ അവന് വേണ്ടെന്ന് പറഞ്ഞ് ഇവൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാന്ന് പറയും. കൂടാതെ ചേച്ചിക്ക് ഭാരമായിട്ടൊന്നും ഫീൽ ചെയ്യണ്ട, എല്ലാം ഞാൻ എടുക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് ലക്കേജിന് ഡ്രസ്സൊക്കെ എടുത്ത് പുറത്തേക്ക് എറിയുമ്പം ഇവളും ദേഷ്യത്തിൽ ഇവൻ എന്തോ കാണിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ചേച്ചി എൻ്റെ കൂടെ അമേരിക്ക വരാമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ പോകാൻ തീരുമാനിച്ചത്, അല്ലെങ്കിൽ ഞാൻ വീണ്ടും ഈ ഒരു ഓഫറിന് അപ്ലൈ പോലും ചെയ്ത് കാണത്തില്ലെന്ന് പറഞ്ഞ് അവൻ ആ കാര്യം മനസ്സിലാക്കി കൊടുക്കും. അതോടെ അവളും ഇവനോടുള്ള സ്നേഹത്തിൽ എന്നും പറഞ്ഞ് ഈ കിട്ടിയ നല്ല ചാൻസ് എന്തിനാ കളയുന്നതെന്ന് അവൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം ആദ്യം ഇവനെ കണ്ടപ്പോൾ ഇവന്റെ പഠിത്തത്തിന് നേരെ ഫോക്കസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇവളുടെ കൂടെ റിലേഷൻഷിപ്പ് ആയതിനു ശേഷം ഇവൻ ആകെ ഈ ഒരു ബന്ധത്തിനെ കുറിച്ച് മാത്രമേ ആലോചിക്കുന്നുള്ളൂ പറഞ്ഞ് അവൾ ആ കാര്യമൊക്കെ പറഞ്ഞ് ഇവന്റെ അംബീഷനൊക്കെ എവിടെ പോയി ചോദിക്കുമ്പോൾ അവന് ഇവിടെ വെച്ച് പഠിച്ചാലും അവന്റെ ഫ്യൂച്ചർ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറയും. അങ്ങനെ അതൊക്കെ പ്ലാൻ ചെയ്തതാണോ ഞാൻ പോകാതിരിക്കുന്നതെന്ന് പറഞ്ഞ് അവനോട് എന്തുകൊണ്ടാണ് വിശ്വാസം കാണിക്കാത്തതെന്ന് ചോദിക്കും. അങ്ങനെ അതും പറഞ്ഞ് അവനും കരഞ്ഞോണ്ട് അവന് ഇവൾ ഒറ്റയ്ക്കാക്കിയിട്ട് എവിടെയും പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇത് മനസ്സിലാക്കുന്ന സെൻജിങ്ങും ഇവനോട് ഇങ്ങനെ സംസാരിച്ച അവൻ പോകത്തില്ലെന്ന് മനസ്സിലാക്കി അവളോടൊന്ന് രണ്ടേത്തമ്മി ബ്രേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പോകും. അതോടെ അവനും പേടിച്ചിട്ട് ചേച്ചി എന്തോ പറയുന്നത്, എന്തിനിപ്പോ ബ്രേക്കപ്പ് ചെയ്യുന്ന എന്നിന് അവൻ ചോദിക്കുമ്പം അവൾ ഇവളുള്ളതുകൊണ്ടല്ലേ ഇവൻ അമേരിക്ക പോകാത്ത, ഇപ്പൊ ബ്രേക്കപ്പ് ആയ സ്ഥിതിക്ക് ഇവനെ കൊണ്ട് പോകലെന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോഴാണ് അവനും ഇനിയിപ്പോ ചേച്ചിക്ക് എന്നെ വേണ്ടെന്ന് പറഞ്ഞ് അവൻ അടുത്തേക്ക് ഒന്ന് കിസ് ചെയ്യുമ്പോ തന്നെ ഇവൾ അവനെ പിടിച്ച് തള്ളിയിട്ടിട്ട് അവളെടുത്ത തീരുമാനം തെറ്റായി പോയിന്ന് ഇപ്പൊ അവൾക്ക് തോന്നുമെന്നറിയും. അങ്ങനെ അതും പറഞ്ഞ് അവള് ഇവനെ ബ്രേക്കപ്പ് ചെയ്തിട്ട് പോകാൻ നോക്കുമ്പം അവൻ കരഞ്ഞോണ്ട് ഓടിയെന്ന് ഹഗ് ചെയ്ത് അവളോട് കുറെ കെഞ്ചിക്കൊണ്ടിരിക്കും. അങ്ങനെ അവനിപ്പോ ചെയ്തൊക്കെ തെറ്റാന്ന് പറഞ്ഞിട്ട് അവന് ബ്രേക്കപ്പ് ചെയ്യേണ്ടെന്ന് പറയുമ്പം ഇവളും വിഷമിച്ച് രണ്ടുപേരും തമ്മി പ്രണയിക്കുവാണെങ്കിൽ അവര് കപ്പിൾസ് ആകത്തുള്ളു, പക്ഷെ ബ്രേക്കപ്പ് ചെയ്യാൻ ഒരാളുടെ സമ്മതം മതി എന്നറിഞ്ഞ് അവൾ റൂമിലേക്ക് അങ്ങ് പോകും. അതിനെ ശിവനും പുറത്തിരുന്ന് ചേച്ചി ചേച്ചി എന്നറിഞ്ഞ് അവൾ വിളിച്ച് കരഞ്ഞോണ്ടിരിക്കുമ്പം അവൾ അകത്തിരുന്ന് അതെല്ലാം കേട്ട് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കും. അങ്ങനെ ഈ ഒരു കാരണം കൊണ്ടാണ് ഇവർ തമ്മിൽ ബ്രേക്കപ്പ് ആയ. അതിനേശം അന്ന് രാത്രി തന്നെ സെൻജിങ്ങും അവളുടെ ലക്കേജായിട്ട് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പോഴാണ് ഇതറിഞ്ഞ് അവനും പുറത്തേക്ക് നോക്കുമ്പോൾ അവളോട് ലെറ്റർ എഴുതി വെച്ചിട്ട് പോയി കാണും ഇവൻ എപ്പോഴാണോ അമേരിക്കയിൽ പോകുന്നത് അപ്പോഴേ അവൾ തിരിച്ച് വീട്ടിൽ വരത്തുള്ളെന്ന്. അങ്ങനെ അത് കണ്ട് അവന് നല്ല സങ്കടമാകും. അതിനേശം അടുത്ത ദിവസം സെൻജിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവളുടെ കൂട്ടുകാരിയും അവളുടെ അവസ്ഥ മനസ്സിലാക്കി എന്തായാലും അതിനൊത്തൊന്ന് വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇവൾ പുറത്ത് ബർത്ത്ഡേ സെലിബ്രേഷൻ വെച്ചേക്കും. അങ്ങനെ അവിടേക്ക് വരുന്ന സെൻജിങ്ങിനോട് ഇവൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് വിഷൊക്കെ ചെയ്യുമ്പോൾ സെൻജിങ് അവളുടെ എല്ലാ ബർത്ത്ഡേക്കും ലീവ് മാത്രം മിസ്സായിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് കൂട്ടുകാരിയും അതവൻ പഠിക്കാൻ പോകുന്നതുകൊണ്ടല്ലേ നീ പറഞ്ഞേച്ചെന്ന് പറഞ്ഞ് എന്തായാലും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ഇവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ അവിടേക്ക് ചെന്നും ടാവയും കൂടെ വരും. അപ്പോഴാണ് അവർ ഗിഫ്റ്റ് കൊടുത്തിട്ട് ലീവും ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞായിട്ട് ഇവളോട് അറിയിക്കാൻ വേണ്ടി പറഞ്ഞായിട്ട് പറയും. അങ്ങനെ അത് കേട്ട് അവളും കുറച്ച് ഇമോഷണൽ ആയിട്ടിരിക്കുമ്പോൾ അവളുടെ കൂട്ടുകാരിയാണ് സംസാരമൊക്കെ നിർത്തിയിട്ട് നമുക്കാദ്യം ബർത്ത്ഡേ ആഘോഷിക്കാന്ന് പറഞ്ഞിട്ട് അവൾ സംസാരം മാറ്റും. ഇതേസമയം സെൻജിങ്ങിനും അവനെ അങ്ങനെ ബ്രേക്കപ്പ് ചെയ്ത് പറഞ്ഞേച്ചത് വിഷമമുണ്ട്, പക്ഷെ അതൊക്കെ അവന് നല്ലതിന് വേണ്ടി ചെയ്തത്. അതിനേശം അവനും അമേരിക്ക പോയ കാര്യം അറിഞ്ഞ് ഇവള് വെച്ച് വീട്ടിലേക്ക് വന്ന് അവനെ കുറെ മിസ് ചെയ്യും. അങ്ങനെ ഇവർ തമ്മിൽ നടന്ന് ഈ ഫ്ലാഷ് ബാക്കിലെ കാണിച്ചതിന് ശേഷം വീണ്ടും നമുക്കിനി കഥ ഫ്യൂച്ചറിലേക്ക് പോവാണ്. ഇപ്പൊ സെൻജിങ് അവളുടെ വീട്ടിലേക്ക് വന്ന് ഇറങ്ങുമ്പോൾ അതേസമയം അവിടേക്ക് ലീവും കാറി വരുന്നുണ്ട്. ഇവൾ അവൻ കാണാതിരിക്കാൻ വേണ്ടി കുനിഞ്ഞിരിക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന അവനും വലുതായിട്ട് മൈൻഡ് ചെയ്യാതെ അവൻ അവിടെ നിന്ന് പോകും. എന്നിട്ട് അവൻ നേരെ ചെല്ലുന്ന ഇവൾ ഇതിനു മുമ്പ് വിളിച്ചുകൊണ്ടുപോയ ആ സ്റ്റാൻഡപ്പ് കോമഡി കാണാൻ വേണ്ടിയാ. കാരണം അവന് ചിരി വന്നില്ലെങ്കിലും സെൻജിങ്ങിനോടുള്ള ഓർമ്മ കാരണം അവൻ എപ്പോഴും അവിടേക്ക് പോകും. ഇതേ സമയം ഇവിടെ യാങ് ആണ് സെൻജിന്റെ കൂട്ടുകാരി വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി വരുമ്പോൾ അതേസമയം അവള് ഇവന്റെ
ഇവന്റെ കാറിനകത്ത് മറ്റേ അവൾ ലൈവ് സ്ട്രീമിൽ ഗിഫ്റ്റ് ചെയ്ത ആ ചീപ്പ് കാണും. അതുകൊണ്ട് ഇവൻ ആ സ്ട്രേ കാറ്റെന്ന് മനസ്സിലാക്കി അവളെപ്പോ ലൈവ് കാണത്തില്ലെന്ന് പറഞ്ഞ കള്ളെല്ലാം ചോദിക്കുമ്പോൾ അവന് മൊത്തത്തിൽ പെട്ടുപോകും. അതിനേശം അവൾ പെട്ടെന്ന് അവന് കിസ് ചെയ്യുമ്പോൾ തന്നെ ഇവർ തമ്മിൽ സെറ്റാകും. അതിനേശം അടുത്ത ദിവസം ഇവിടെ സെൻജിങ്ങിന്റെ വീട്ടിലേക്ക് ഒരു ഡെലിവറി വരുമ്പം ലീവു അപ്പുറത്ത് നോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അത് മനസ്സിലാക്കുന്ന അവളും അവിടെ വെച്ചേക്ക് ഞാൻ പിന്നെ ഒന്ന് എടുത്തോളം പറഞ്ഞിട്ട് അവൾ ഡോർ അടച്ച് അകത്തന്നെ ഇരിക്കും. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുന്ന ലീവും ഇവൻ കാരണം അവൾ പുറത്തേക്ക് വരാത്തെന്ന് പറഞ്ഞ് അവനകത്തേക്ക് പോയടനെ പിന്നീട് അവളും അവനെ കാണാതെ നൈസിന് ആ പാർസൽ അകത്തേക്ക് വലിച്ചിടാൻ നോക്കും. അപ്പോഴാണ് റൈറ്റ് സൈഡ് കുറച്ചും കൂടെ പോകണമെന്ന് പറഞ്ഞ് ലീവ് അവിടെ നിന്ന് പറയുന്നേട്ട് ഇവളും പെട്ടെന്ന് ചമ്മിപ്പോയി പാർസൽ എടുത്ത് അടുത്ത സെക്കൻഡ് ഡോറും ക്ലോസ് ചെയ്യും. അതിനേശം അടുത്ത ദിവസം സെൻജിന്റെ കമ്പനി പരസ്യത്തിനെ കുറിച്ച് എല്ലാവരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവൾക്കാണ് ലീവിന്റെ ഓർമ്മ വന്ന് പോയിക്കൊണ്ടിരിക്കും. കാരണം ഈ ഇടയ്ക്കായിട്ട് അവൻ ഉറക്കില്ലാത്തതുകൊണ്ട് ഇവളുടെ കൂടെ ആയിരിക്കും സ്റ്റേ ചെയ്തോണ്ടിരുന്നത്. അതുകൊണ്ട് അവന്റെ കൂടെ നടന്ന റൊമാൻസ് ഒക്കെ ആലോചിച്ച് നോക്കി അവളും അവനെ കുറെ മിസ് ചെയ്യും. കാരണം മറ്റേ ഡോക്ടർ പ്രപ്പോസിന് ശേഷം അവൻ ഇവളോട് ചോദിച്ചാണ് അവനോട് കാണിക്കുന്ന ഒരു അനിയനായിട്ടുള്ള സ്നേഹമാണോ അല്ലെ അവനോടുള്ള ഇഷ്ടമാണോ എന്ന്. അങ്ങനെ അതൊക്കെ മനസ്സിലാക്കി അവസാനം അവളും ലീവോനോടുള്ളത് സ്നേഹമാണെന്ന് അവൾ ഉറപ്പിച്ചിട്ട് അന്നത്തെ ദിവസം വർക്ക് കഴിഞ്ഞ് രാത്രി തന്നെ അവനെ പ്രപ്പോസ് ചെയ്യാൻ തീരുമാനിക്കും. അങ്ങനെ ഈ ഒരു സമയത്താണ് പുറത്ത് നല്ല മഴ പെയ്യുന്നത്. അതുകൊണ്ട് കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ നമുക്ക് പിന്നീട് പോയാൽ പോരെന്ന് പറഞ്ഞ് അവരോട് പുറത്ത് കഴിക്കാൻ വിളിക്കുമ്പോൾ അവൾ അത്യാവശ്യമായിട്ട് ഒരാളെ കാണാൻ പോകണമെന്ന് പറഞ്ഞ് വണ്ടി എടുത്തോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് നല്ല കട്ടയ്ക്ക് മഴ ആയതുകൊണ്ട് തന്നെ വണ്ടി ബ്രേക്ക് ഡൗൺ ആകും. എന്നിട്ട് ലീവ് ആണ് കുറച്ച് സമയം മുമ്പ് ഇവള് വിളിച്ചാലെന്ന് പറഞ്ഞ് അവളെ ഫോൺ വിളിക്കുമ്പം അവളും ഇവനോടൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ച അവൾക്ക് ഇപ്പോഴെല്ലാം മനസ്സിലായെന്ന് പറഞ്ഞ് അവനോടുള്ള ഇഷ്ടം പറയാൻ വരുമ്പോൾ തന്നെ ഫോണിലെ റേഞ്ചും കട്ടാകും. അതുകൊണ്ട് വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ലീവ് മൊത്തത്തിൽ പേടിച്ചു പോയി പെട്ടെന്ന് അവളെ കാണാൻ വേണ്ടി ചെല്ലും. അതുകൊണ്ട് തന്നെ അവനും അവളുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ വിളിച്ചു നോക്കുമ്പം അവര് പുറത്ത് പാർട്ടിക്ക് പോയതാ. പക്ഷേ സെൻജിങ് എപ്പോഴേ പോയെന്ന് പറഞ്ഞ് എന്തായാലും നല്ല മഴയായതുകൊണ്ട് ആകെ ഒരു വഴി കൂടെ പോത്തുള്ളെന്ന് പറഞ്ഞ് ആ കാര്യം പറഞ്ഞു കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവൻ ആ റൂട്ടിൽ ചെന്ന് അവളെ കണ്ടെത്താൻ തീരുമാനിക്കും. ഇതേസമയം ഡോക്ടർ ലൂവും പുറത്ത് നല്ലോണം മഴ പെയ്യുന്നുണ്ട് സെൻജിങ്ങിന് മെസ്സേജ് വിളിക്കാൻ പറഞ്ഞെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ആ സമയത്താണ് ഇങ്ങേറെ സീനിയർ ഡോക്ടറും ഒരു അത്യാവശ്യ കാര്യമായിട്ട് ഇങ്ങേരെ വിളിക്കുന്നത്. എന്നിട്ട് ഇവിടെ സെൻജിങ് ആണ് കുറെ വണ്ടികളൊക്കെ തടഞ്ഞു നിർത്തി സഹായം ചോദിക്കാൻ നോക്കുമ്പോൾ ഓരോരുത്തരും വണ്ടി നിർത്തത്തില്ല. അങ്ങനെ ആ സമയത്താണ് ഇവളുടെ കൂട കാറ്റത്ത് പറഞ്ഞ് ദൂരേക്ക് ചെല്ലുമ്പം അവിടെ വരുന്ന ലീവാണ് അതെടുത്തിട്ട് ഓടി ഇവളുടെ അടുത്തേക്ക് വരും. അങ്ങനെ അതോടെ അവൾ ഇവനെ കണ്ട് സന്തോഷിച്ച് ഓടി ചെന്നെ ഹഗ് ചെയ്യുമ്പം രണ്ടുപേരും ഇപ്പോഴാണ് ആശ്വാസമാകുന്നത്. അതിനേശം അവനും ശരിയാക്കാൻ വേണ്ടി ആൾക്കാരെയൊക്കെ വിളിച്ചെടുത്തിയിട്ട് അവസാനം ഇവളെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പം അവളൊന്നും പറയാൻ സന്തോഷിച്ച് ഇവന്റെ മുഖം തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും മുഖത്തെല്ലാം ഉണ്ടോന്ന് പറഞ്ഞ് അവളോട് ചോദിച്ചിട്ട് ഇവൾ കുടിക്കാൻ കോഫി കൊടുക്കുമ്പം അവളാണ് ഇപ്പോഴാ അവൾ നോക്കിയായെന്ന് പറയും. അതോടെ അടുത്ത സെക്കൻഡ് അവനും എങ്കിൽ പിന്നെ നമുക്കിപ്പോൾ വീട്ടിൽ പോകാന്ന് പറഞ്ഞ് അവളെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും. ഇതേസമയം ഡോക്ടർ ലൂവും സെൻജിങ്ങിന് വേണ്ടി അവളുടെ വീടിന്റെ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറക്റ്റ് ആ സമയം അവിടേക്ക് ലീവും അവളും കൂടെ കാറി വന്നിറങ്ങും. അങ്ങനെ അവൻ അവളോട് കാണിക്കുന്ന സ്നേഹമൊക്കെ കണ്ട് ഇങ്ങേർക്ക് മനസ്സിലായി ഇവർ തമ്മിലുള്ള ബന്ധം അനിയനും ചേച്ചിയൊന്നുമല്ല ലവേഴ്സായിട്ടാണ് തോന്നിയെന്ന്. അതുകൊണ്ട് അയാൾക്ക് ചെറിയ വിഷം വരും. അതുകൊണ്ട് തന്നെ ഇവർ പോകുന്ന നോക്കിക്കൊണ്ട് ഡോക്ടർ ലൂവും അവിടെ നിന്ന് ഒറ്റയ്ക്ക് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. അതിനേശം വീട്ടിൽ വെച്ച് ലീവും അവളോടൊരു കാര്യം പറയണമെന്ന് പറഞ്ഞിട്ട് അവൻ ഈ ഇടയ്ക്കായിട്ട് മനസ്സിലാക്കിയ ഇവൾക്ക് ഒരാൾ ഇഷ്ടമാണ്. ഇവൻ പിന്നീട് ഇവന്റെ ഹെൽത്ത് ഒക്കെ യൂസ് ചെയ്ത് ഇവളെ ഡൈവേർട്ട് ചെയ്യാൻ നോക്കുന്ന തെറ്റായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അവന് സെൽഫിഷായിട്ട് ഇവളെ തടഞ്ഞിർത്താൻ നോക്കത്തില്ലെന്ന് പറഞ്ഞ് അവനെ കുറിച്ച് പറയാൻ വരുമ്പം പെട്ടെന്ന് ഇവളാണ് നമുക്ക് വീണ്ടും കപ്പിൾസ് ആ ലീവ് എന്ന് പറഞ്ഞ് അവനോട് പറയും. അത് കേട്ട് അവൻ മൊത്തം ഷോക്കായി ഇപ്പൊ പറഞ്ഞ് സത്യമാണെന്ന് ചോദിക്കുമ്പം അവളാണ് ഇവളിപ്പോ പറയുന്നതും സെൽഫിഷായിട്ട് തോന്നിയാലും ഇവനില്ലാതെ അവളെ കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നില്ലെന്ന് പറയും. കാരണം വീണ്ടും ഇവൻ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഇവൻ ഒരു സെക്കൻഡിലും മറക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് അവൾക്ക് ആ പഴയ മെമ്മറീസ് ഒക്കെ വീണ്ടും വന്നു പോകുമെന്ന് പറയും. അതുകൊണ്ട് ഇനി അവളോട് തന്നെ കള്ളം പറഞ്ഞ് ഇവൻ അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നില്ലെന്ന് പറഞ്ഞ് അവൻ ഇഷ്ടമെന്ന് പറയുമ്പം അടുത്ത സെക്കൻഡ് അവനും ഇതെന്തോ പെട്ടെന്ന് ഇങ്ങനായി പോയെന്ന് പറഞ്ഞ് അവനോ റിയാക്ഷൻ കൊടുക്കും. അപ്പോഴാണ് അവളും ഇതെന്തോ റിയാക്ഷൻ എന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പം അവന് വിഷമിച്ചിട്ട് അവൻ ഒരിക്കലും ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന് പ്രതീക്ഷയില്ലെന്ന് പറയും. പക്ഷെ ഇവളെന്നിപ്പോ ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇപ്പോഴാ ജീവൻ തിരിച്ചിട്ട പോലെ ഫീൽ ചെയ്യുന്നതെന്ന് പറയും. അപ്പനാണ് അത് കണ്ടിട്ട് അവളും എങ്കിൽ പിന്നെ മുമ്പേ ഇവനോട് ഈ കാര്യം പറയാത്തിന് അവൾ ആ കുറ്റക്കാരി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവളെ മറക്കാൻ തയ്യാറായും ചോദിക്കുമ്പം അവൻ അവളോട് അവൻ പറയാ ഉദ്ദേശിച്ച അതൊന്നല്ല, ഇവള് വേറെ ആളെ സ്നേഹിക്കുന്നത് അവൻ തടഞ്ഞിർത്താൻ നോക്കത്തില്ല, അതേപോലെ അവന്റെ ജീവിതത്തിൽ ഇവളെ മാത്രമേ സ്നേഹിക്കത്തുള്ളൂ പറയും. അങ്ങനെ അത് അവൻ പറയാൻ വന്നേന്ന് ഇപ്പൊ വ്യക്തമാക്കി തരുമ്പം ഇവളാണ് ഇവൻ പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും ഇവളോട് സ്നേഹം മറന്നിട്ടില്ലെന്ന് പറഞ്ഞ് അവൾ വേണമെന്ന് അവനെ കിസ് ചെയ്യും. അങ്ങനെ അതോടെ ബ്രേക്കപ്പ് ആയ കപ്പിൾസ് ഇപ്പൊ വീണ്ടും ഒന്നേർന്ന്. അതിനേശം അടുത്തത് സെൻജിങ്ങും ഡോക്ടർ ലൂവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി അവൾ അങ്ങേരെ കാണാൻ വേണ്ടി ചെല്ലുമ്പം അതിനുമ്പ് തന്നെ അയാളും ഇവൾക്ക് ലീവിനെ ഇഷ്ടമെന്ന് മനസ്സിലാക്കി കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു ട്രെയിനിങ്ങിന് വേണ്ടി ഇവിടുന്ന് വിദേശത്ത് പോകാന്ന് പറയും. അതുകൊണ്ട് തന്നെ അവളും ഇങ്ങേർക്ക് കിട്ടിയ ഒരു നല്ല ഫ്യൂച്ചറിനും കൺഗ്രാജുലേഷൻ പറയുമ്പം ഡോക്ടർ ലൂവും എങ്കിൽ പിന്നെ നമ്മൾ ഇപ്പോഴും ഫ്രണ്ട്സ് അല്ലെന്ന് പറഞ്ഞ് ചോദിക്കും. കാരണം അദ്ദേഹത്തിന് അറിയാം ഇനി ഇഷ്ടം പറഞ്ഞ് നടന്ന സെഞ്ചിന്റെ കൂടെ സംസാരിക്കാൻ പറ്റത്തില്ലെന്ന്. അതുകൊണ്ട് തന്നെ അവൾ റിജക്ട് ചെയ്യുന്ന മുമ്പേ തന്നെ ഫ്രണ്ട്സ് ആയിട്ട് ചോദിച്ചുകൊണ്ട് അവളും തീർച്ചയായിട്ട് നമ്മൾ അവസാനം ഫ്രണ്ട്സ് ആയിട്ടിരിക്കാന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ ഫ്രണ്ട്സ് ആകും. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം തൊട്ട് ഇവിടെ കമ്പനിയിൽ പരിശോധനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ലീവ് ഇവളുടെ കമ്പനിയിലേക്ക് വരുമ്പം അവിടെ നടക്കുന്ന മീറ്റിംഗ് അവനിപ്പോൾ എല്ലാവരും ഫ്രണ്ട്സ് ആയതുകൊണ്ട് എവിടെ വേണമെങ്കിലും ഇരിക്കാന്ന് പറഞ്ഞ് മനഃപൂർവ്വം സെഞ്ചിനെ പിടിച്ച് അഴുത്തിരുത്തിയിട്ട് ഇവരാരും കാണാതെ അവളുടെ കയ്യിലൊക്കെ പിടിച്ച് ഇവർ തമ്മിൽ റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് അന്ന് രാത്രി സെഞ്ചിന്റെ കൂട്ടുകാരും അവളുടെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന
അവളുടെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനുമുമ്പ് യാങ്ങിനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു പറയും. അങ്ങനെ അവന്റെ ആ ഫസ്റ്റ് ലവിനെ മറക്കാൻ പറ്റാത്തോണ്ട ഇതുവരെ ആരുടെ പുറകെ പോകാതിരുന്നത്. പക്ഷെ ഇപ്പൊ ഇവളുടെ പുറകെ പോകുന്നുണ്ട് അവന് തീർച്ചയായിട്ടും ഇവളെ ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ട് കൂട്ടുകാർ മൊത്തം ജലസായി. അവനെ കൊണ്ട് അവന്റെ ഫസ്റ്റ് ലവ് ഇത്രയും വർഷമായിട്ട് മറക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇവള് മറ്റുള്ളവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് മറ്റവളും ഇവർ തമ്മിൽ നല്ല ചേർച്ച ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാർ കുറച്ച് ജലസായി. അവന് ഫസ്റ്റ് ലവ് മറക്കാൻ പറ്റാത്തോണ്ട് ഇവൾ അത്ര എളുപ്പത്തിലൊന്നും കിട്ടത്തില്ലെന്ന് ഇവളോട് ഷോ കാണിച്ചുകൊണ്ടിരിക്കും. അതായത് യാങ്ങിന്റെ പുറകെ പോകുന്ന ചുമ്മാത ഇവളും ടൈം പാസിന് വേണ്ടി ലവ് ചെയ്യുന്നത്, അല്ലാതെ സീരിയസ് ആയിട്ടൊന്നല്ലെന്ന്. പക്ഷെ ഇവളിങ്ങനെ തമാശയ്ക്ക് പറയുന്നത് അവിടേക്ക് വരുന്ന യാങ് ആണ്. അവൻ കേട്ട് സീരിയസ് ആയിട്ട് വിചാരിച്ച് അവൻ വിഷമിച്ച് അവിടെ നിന്ന് പോകും. പിന്നീട് ഇവിടെ കൂട്ടുകാർ ഫോൺ എടുത്ത് നോക്കുമ്പോൾ യാങ് ആണ് ഇവൾക്ക് വിളിച്ചാണ്. അതുകൊണ്ട് അവൾ തിരിച്ച് വിളിക്കുമ്പോൾ അവൻ ഫോൺ എടുക്കത്തില്ല. അപ്പോഴാണ് അവന് മെസ്സേജ് ഇട്ട് അറിയാതെ ഞാൻ കൈ തട്ടി വിളിച്ചതെന്ന് പറഞ്ഞ് അവന്റെ മെസ്സേജ് കണ്ട് ഇവൾക്ക് വിഷമാകും. എന്നിട്ട് അടുത്ത ദിവസം പുറത്ത് വെച്ച് ഇവൾ അവനെ കണ്ടുമുട്ടുമ്പോൾ അവൾ വിളിച്ചിട്ട് എന്തെങ്കിലും ഫോൺ എടുക്കാത്തതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും കുറച്ച് ബിസി ആയിരുന്നു പറഞ്ഞ് സമയമില്ലെന്ന് പറയുമ്പോൾ ഇവളാണ് അവൻ സംസാരിക്കുന്ന രീതി വെച്ച് തന്നെ മനസ്സിലാക്കി ഇവളോട് വല്ലതും ദേഷ്യം ഉണ്ടെന്ന് ചോദിക്കും. അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തുകൊണ്ടാണോ ഇവൻ അവോയ്ഡ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ നോക്കും. അപ്പോഴാണ് കൂട്ടുകാരിയും എങ്കിൽ പിന്നെ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് പറഞ്ഞാലല്ലേ ഇവളെ കൊണ്ട് അത് മനസ്സിലാക്കി തരാൻ പറ്റില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും ഇവളെ റിലേഷനിലൊക്കെ സീരിയസ് ആണെന്ന് പറഞ്ഞ് അവനും ചെറുതായിട്ട് ആക്കിയിട്ട് അങ്ങ് പോകും. കാരണം അവൻ ഇവളെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നതെല്ലാം തെറ്റിരിച്ചാണ്. അതേസമയം രാവിലെ തന്നെ സെൻജിങ് ആളുടെ വീട്ടിൽ നിന്ന് ലീവൻ്റെ കൂടെ ഒരുമിച്ച് നിന്ന് ഫുഡ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഇടയ്ക്ക് ഒരു ദിവസം ബിസിനസ് ട്രിപ്പിന് പോകുന്നറിഞ്ഞ് അതിനുവേണ്ടി ഫുഡൊക്കെ അവർ റെഡിയാക്കി വെച്ചേക്കുമെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവളും ഇവൻ അതിനുമ്പ് എല്ലാം പ്രിപ്പയർഡ് ആയെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പം അവനും കുടിക്കാൻ വെള്ളം എടുത്തോണ്ട് വരാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ഗിഫ്റ്റ് കാണും. അതുകൊണ്ട് അവൾ അത് എടുത്തോണ്ട് വന്നിട്ട് ഇതെന്തോ സംഭവം ചോദിക്കുമ്പോൾ അവന് വീണ്ടും നമ്മൾ ഒന്നേറുന്നുണ്ട് അവൻ പ്രസന്റ് ചെയ്യുന്ന ഒരു ഗിഫ്റ്റാന്ന് പറയും. അപ്പോഴാണ് അവൾ സന്തോഷിത്തി എന്നും പറഞ്ഞ് എല്ലാ പ്രാവശ്യം ഇങ്ങനെ ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചു തരണ്ട, ഇതിനേക്കാൾ വലിയ ഗിഫ്റ്റ് ഇവൻ തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൾക്ക് അത് തന്നെ മതി എന്ന് പറയും. അപ്പോഴാണ് അടുത്ത സെക്കൻഡ് അവനും ഇവളുടെ ഫോൺ ഒരു സെക്കൻഡ് വാങ്ങിച്ചിട്ട് അതിനകത്ത് അവൻ എന്തോ ഇവളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തേക്കും. അങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഇവളുടെ അമ്മ വീട്ടിലേക്ക് വരും. അങ്ങനെ അതോടെ രണ്ടുപേരും കൂടെ പേടിച്ചിട്ട് ഇപ്പൊ അമ്മ നമ്മളെ കണ്ട മൊത്തത്തിൽ പെട്ടു എന്നറിഞ്ഞ് അവിടുത്തെ എവിഡൻസ് എല്ലാം ഇവരെ ക്ലിയർ ആക്കി പെട്ടെന്ന് ലീവും അവളുടെ റൂമിൽ ചെന്ന് പതുങ്ങിയിരിക്കും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിനേശം എന്തൊക്കെ സംഭവിക്കാമോ നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം. Last time we talked, you had nothing to say. You chose to walk, give what we had away. I hope you get what you're looking for, but babe, with me